എന്തെങ്കിലും ചർച്ച ജി സുധാകരനുമായി നടത്തിയിട്ടുണ്ടോ? രാഷ്ട്രീയ ചർച്ചകളൊന്നും എന്തെങ്കിലും ചർച്ച ജി സുധാകരനുമായി നടത്തിയിട്ടുണ്ടോ? രാഷ്ട്രീയ ചർച്ചകളൊന്നും ഞാൻ നടത്തിയിട്ടില്ല. അത്തരം വാർത്തകൾ വരുന്നുണ്ടോ? വാർത്തകൾ ഇപ്പോൾ എല്ലാ വാർത്തകളും വരുന്നില്ലേ. ജി സുധാകരൻ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അപ്പം ആ പാർട്ടി നേതൃത്വം ജി സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയുകയും വേറൊരു പേരുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഒപ്പം തന്നെ MP ഗോവിന്ദൻ വളരെ പരിഹാസ്യമായിട്ട് അദ്ദേഹത്തോട് പെരുമാറുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ പാർട്ടി അവഗണന. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചാണ് അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറഞ്ഞത്. അല്ല, ഞാനും വായിച്ചു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഇന്ന് മാധ്യമങ്ങളിലെല്ലാം അത് വന്നിട്ടുണ്ടല്ലോ. ഈ സുധാകരൻ തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് അവരുടെ ഇപ്പോഴും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ സുധാകരൻ്റെ കാര്യം സുധാകരനാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം തീരുമാനിക്കുമ്പോഴാണ് അദ്ദേഹം എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴാണ് ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ട അവസരം വന്നാൽ അവസരം പറയുന്നത്. ഇപ്പോൾ അത് വളരെ ഇമ്മച്യൂറായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് UDF സമീപിച്ചാൽ UDF എങ്ങനെ കാണും? അതൊക്കെ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും? സാങ്കല്പികമാണല്ലോ. ആ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സുധാകരനും പാർട്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അവരുടെ ആഭ്യന്തര കാര്യം. നോക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണെന്നുള്ളത്. ആണെങ്കിൽ എന്നതിനെ കുറിച്ച് ഇപ്പം ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. ആണ് എന്നുള്ള കാര്യം വരട്ടെ, അപ്പോൾ നമുക്ക് തീരുമാനിക്കാം. ജി സുധാകരൻ വളരെ പക്വതയുള്ള, മെച്യൂറായിട്ടുള്ള, ഒരുപാട് അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാവാണ്. തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം, ഏതെടുക്കണം എന്നും അദ്ദേഹത്തിന് ആരും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ, ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ നോക്കിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം, ഏത് പാർട്ടി എടുത്ത് നോക്കിയാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഞാൻ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയമായ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിലൂടെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതികരണം എന്താണ്, ഞങ്ങളുടെ മുന്നോട്ട് പ്രതികരണം എന്താണെന്ന് ആ സമയത്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒന്നും അത് അവരുടെ പാർട്ടി സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. പിന്നെ ജി സുധാകരനെ പോലുള്ള ഒരാൾ ആലപ്പുഴയിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവാണെന്ന് എനിക്കറിയാം. പാർട്ടിക്ക് അതീതമായിട്ടും പാർട്ടിക്കകത്തും നല്ല ജനപിന്തുണയുള്ള നേതാവാണെന്ന് അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് അവരുടെ പാർട്ടിയാണ്. അവരുടെ പാർട്ടി ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് അവരാ വിശദീകരിക്കേണ്ടത്. അല്ല, ജി സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന കുറേ സങ്കടങ്ങൾ, പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അത് സുധാകരൻ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളിലുള്ള ഒക്കെയുള്ള വികാരത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് വേദനയും പ്രയാസവും ഉണ്ടാകുന്ന കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇതൊക്കെ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ കയറി അങ്ങോട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. സാങ്കല്പിക ചോദ്യം ചോദിക്കുന്നത് അത്തരം അസംതൃപ്തരെ കോൺഗ്രസ് വിസ്മയം എന്ന പേരിൽ കോൺഗ്രസിലേക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സാങ്കല്പിക ചോദ്യങ്ങൾ വരുന്നത്. അല്ല, അങ്ങനെ അവർ വന്നപ്പോഴല്ലേ എടുത്തിട്ടുണ്ടാവില്ല. ഐഷാ പൊറ്റിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐഷാ പൊറ്റി വന്നപ്പോഴല്ലേ എടുത്തത്.